ഈശ്വര, ഇവിടെ ഒന്നും ആരും കാണല്ലേ. ആരെങ്കിലും കണ്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം ആരും ഇല്ലാന്ന് തോന്നുന്നു. കേറാല്ലേ? ഇതല്ലേ അഭിശേഷന്റെ റൂം? കുഞ്ഞേട്ടാ, ഇന്ന് ഞാൻ ഇവിടെ കിടന്നോട്ടെ? എന്ന് മാത്രം ആക്കണ്ട, നീ എല്ലാ ദിവസവും ഇവിടെ തന്നെ കിടന്നാ മതി. അതാ എനിക്കിഷ്ടം. നീ അനൂമ്മടുത്ത് പറഞ്ഞിട്ടാണോ വന്നേ? ഇല്ല, അനൂമ്മ എന്നെ ഉറക്കാൻ കിടത്തിയിട്ട് താഴേക്ക് പോയി. ആ സമയത്ത് ഞാൻ പാലം കിടന്നു. ഈ പാലം ഉള്ളോണ്ട് എനിക്ക് എല്ലാ ദിവസവും രാത്രിയിൽ കുഞ്ഞേട്ടന്റെ അടുത്ത് വരാലോ. കുഞ്ഞി, ഇത് നോക്ക്. ഹായ്, കൊള്ളാലോ, നല്ല രസമുണ്ട്. ഇതിലൊരെണ്ണം നിനക്കുള്ളതാ. എന്നാ, ഇതിന് ഞാൻ കൊണ്ടുപോയാ മറ്റേന് സങ്കടാവില്ലേ? അത് വേണ്ട, അത് കുഞ്ഞിക്കും സങ്കടമാ. ഇവരെപ്പോഴും ഒരുമിച്ചിരുന്നാ മതി, ഞാനും കുഞ്ഞേട്ടനും പോലെ. ഹായ്, എന്ത് രസാ അല്ലേ കുഞ്ഞേട്ടാ? നമുക്ക് എല്ലാ ദിവസവും രാത്രിയിൽ ഒരുമിച്ച് അമ്പിളിമാമനെയും നക്ഷത്രങ്ങളെയും കാണണം. പിന്നെന്താ, നമുക്ക് കാണാമല്ലോ. പക്ഷി കുഞ്ഞേട്ടാ, അമ്പിളിമാമൻ ഇപ്പൊ ഒരുപാട് ദൂരത്തല്ലേ. നമുക്ക് അനൂമ്മയടുത്ത് പറഞ്ഞ് ഇവരെ എല്ലാരും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു കോപ്പില്ലേ, അത് മേടിക്കണം. അത് കോപ്പല്ല കുഞ്ഞി, അതാണ് ടെലസ്കോപ്പ്. ആ കോപ്പ് തന്നെ. അതിലൂടെ എല്ലാ ദിവസവും നമുക്ക് അമ്പിളിമാമനെ അടുത്ത് കാണാലോ. വേണ്ട കുഞ്ഞി, പഴയതൊന്നും ഓർക്കാനല്ല നീ ഇവിടെ വന്നത്. നിന്റെ അമ്മയെ വേദനിപ്പിച്ചവരുടെ ഓരോർമ്മയും നിനക്ക് വേണ്ട. മനസ്സിൽ പൂട്ടിയിട്ട് ഓർമ്മകളൊന്നും തുറക്കട്ട. നിനക്കിനി അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. പഴയതൊന്നും ഇനി ഓർക്കുകയും വേണ്ട. എന്നാലും കുഞ്ഞേട്ട, വേണ്ട, എൻ്റെ പാസ്പോർട്ട്. ഞാൻ ചോദിച്ചോ, നീ കേട്ടില്ലേ? നീ എന്തിനാ എന്റെ റൂമിൽ കയറിയെന്നാ? എന്താടി, നിന്റെ നാവിറങ്ങി പോയോ? എൻ്റെ പാസ്പോർട്ട് എന്തേ? നിന്റെ പാസ്പോർട്ട് എങ്ങനെയാടി എന്റെ റൂമിൽ അന്വേഷിച്ചാ കിട്ടുന്നേ? ദേ കളിക്കരുത്, മര്യാദക്ക് എന്റെ പാസ്പോർട്ട് വന്നു. നിന്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ആരാടി? നിന്റെ മറ്റവനോ? ദേ കൂടുതൽ കളിച്ചുണ്ടല്ലോ. കൂടുതൽ കളിച്ചാ നീ എന്തെടുക്കും? മര്യാദക്ക് അടങ്ങി കിടക്കടി അവിടെ. മര്യാദക്ക് എന്നെ വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെക്കും. എന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ പേടിപ്പിക്കുന്നു. മര്യാദക്ക് എന്നെ വിട്ടോ, അല്ലെങ്കിൽ നീ വിളിച്ചു വരുത്തിയാന്ന് ഞാൻ എല്ലായിടത്തും പറയും. എന്തായാലും നീ വിളിച്ചു പറയാൻ പോവല്ലേ, അപ്പൊ നീ ഇതൂടെ വെച്ചോ. പട്ടി മാറടാ. എന്താടി പടക്കം മൈഥിലി നിന്ന് വിറയ്ക്കുന്നേ? പടക്കം മൈഥിലി എന്താ എന്റെ പൊന്നുമോക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അന്നേ നിന്റെ പേര് പടക്കം മൈഥിലി നായിടി. ആടാ, ഞാൻ പടക്കം തന്നെയാ. അന്ന് എന്റെ പൊന്നുമോൻ പൂത്തിരി കത്തുന്ന പോലെ നിന്ന് കത്തിയിരുന്നല്ലോ. കൂടുതൽ അലറി എല്ലാരും വിളിച്ചു വരുത്തണ്ട. ഞാനിപ്പോ പോവാ. പക്ഷെ ഈ മൈഥിലിയുടെ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അന്നേ നീ പൂത്തിരി കത്തി തീരുന്ന പോലെ തീർന്നിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്തായാലും നീ വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഞാനും അംഗത്തിനിറങ്ങാം. ബാക്കിയൊക്കെ പിന്നെ കേട്ടടാ പൂത്തിരി മനു.
അവൾ ഇത്ര അടുത്ത് വന്നിട്ട് പോലും ഞാൻ അവളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. പിടിച്ചു കെട്ടി ഇടണ്ടായിരുന്നു. എനിക്കെന്താ പറ്റുന്നേ? പഴയതൊന്നും എനിക്ക് ഓർക്കണ്ട. മിലി, കുഞ്ഞി, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഈ ചേച്ചിയുടെ കൂടെ ഒന്ന് വാ. അമ്പലത്തിലോ? ഞാനോ? എന്താ, നീ അമ്പലത്തിൽ പോവാറില്ലേ? നീ എപ്പോഴാ നിരീശ്വരവാദിയായേ? നിരീശ്വരവാദിയൊന്നും ആയിട്ടല്ല, പക്ഷെ അമ്പലത്തിൽ ഇപ്പൊ പോയിട്ട് കുറച്ചു കാലമായേ. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നാ അവിടുത്തെ ഭഗവാൻ എന്നെ കണ്ട് തിരിഞ്ഞെങ്ങാനിരുന്നാലോ? ഏകദേശം ഇപ്പൊ 2 വർഷമായേ അടിയൻ അവിടെ ചെന്നൊന്ന് മുഖം കാണിച്ചിട്ട്. അത് സാരില്ല, നമ്മുടെ വടക്കത്തപ്പനല്ലേ, പുള്ളി ക്ഷമിച്ചോളും. പിന്നെ എന്നും മുടങ്ങാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. ആദ്യം മനസ്സ് ശുദ്ധിയായിരിക്കണം. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി തൊഴു നിന്നിട്ട് എന്താ പ്രയോജനം? ഇപ്പൊ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ? അയ്യോ എന്റെ കുഞ്ഞി, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ കുളിച്ചിട്ട് വാ. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇന്ന് തന്നെ നീ ഹോസ്റ്റലിൽ പോയിക്കോണം. ഇനി ഉഴപ്പ് നടക്കാൻ പാടില്ല. ഞാനാ നിനക്ക് എല്ലാത്തിനും വളം വെച്ച് തരുന്നതെന്നാണ് നിന്റെ അമ്മയുടെ പരാതി. അതുകൊണ്ട് പൊന്നുമോൻ അച്ഛൻ പറയുന്നത് കേട്ടോണം. ഞാൻ പൊയ്ക്കോളാം അച്ഛാ. പക്ഷേ ഞാൻ ആ ബെൻസ് എടുത്തോണ്ട് പോയിക്കോട്ടെ കോളേജിൽ, പ്ലീസ്. ഏയ്, അതൊന്നും വേണ്ട. ഹോസ്റ്റലിൽ നിൽക്കുന്ന നിനക്ക് എന്തിനാ ഇപ്പൊ കാറ്? കോളേജിൽ പോയി മര്യാദയ്ക്ക് പഠിച്ചോണം. ദേ, വല്ല ചട്ടമ്പിത്തരം കാണിച്ചാൽ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു വരും, നോക്കിക്കോ. അയ്യോ എന്റെ പൊന്നു സൂസമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ കാർ എടുക്കുന്നില്ല. അതായിരിക്കും നിനക്ക് നല്ലത്. എളുപ്പം ഹോസ്റ്റലിൽ പോക്കോ. മഹി, നീ ഒന്ന് അവനെ കൊണ്ടുവിട്ടേക്ക്. ഇടയ്ക്കിടയ്ക്ക് അവൻ ഹോസ്റ്റലിൽ നിന്ന് മുങ്ങുന്നോണ്ട് ഗാർഡിയൻ ആയിട്ട് ആരെങ്കിലും ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിൽ കയറ്റില്ല. എന്നാ നീ എളുപ്പമാ, ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് തിരിച്ചെത്തണം. അച്ഛാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ നമ്മുടെ ഓഫീസിൽ പോകുന്നില്ല കേട്ടോ. വിജയൻ എന്നെ വിളിച്ചിരുന്നു. നീ അങ്ങോട്ടേക്കാ പോകുന്നല്ലേ? അതെ അച്ഛാ, വിജയൻ അങ്കിളുടെ ഓഫീസിലെ അക്കൗണ്ട്സ് മുഴുവൻ ആകെ കൊളായിട്ട് കിടക്കുക. അങ്കിളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞോണ്ട്. നീ എന്തായാലും പോയിട്ട് വാ. അവനിപ്പോ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ആരെയും വിശ്വാസമില്ല. നമ്മുടെ കമ്പനിയിലെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഇപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ അച്ഛാ, എന്നാ മനു എളുപ്പവാ. അയ്യോ, ഇപ്പൊ പോകല്ലേ. ഒരു 5 മിനിറ്റ്. അവന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ വേണ്ട സൂസമ്മ, കഴിഞ്ഞ ദിവസം നന്നതുപോലും പൊട്ടിച്ചിട്ടില്ല. ഞാൻ അവിടെ ഹോട്ടൽ നടത്തുവല്ല. വല്ലേട്ടാ, ഇനി ഇവിടെ നിന്ന പ്രശ്നം. വാ, ഹെൽപ്പ് പോ. എടോ, താൻ എന്തിനാ ഇതൊക്കെ സമയമില്ലാത്ത സമയത്ത് ചെയ്തു കൊടുത്തു വിടുന്നേ? അവന് കഴിക്കണമെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചോളൂ. അതൊക്കെ അനിയേട്ടനങ്ങ് പറയാം. എത്ര നാള് ഹോട്ടലിൽ ഫുഡ് കഴിക്കും? അതൊക്കെ ഹെൽത്തിന് എന്തോരം കുഴപ്പമുണ്ടെന്നറിയോ? ഇനി ഞാനൊന്നും പറയുന്നില്ല. തനിക്ക് എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് എന്തേലും പണി ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ പറ്റില്ലല്ലോ. എന്തായാലും താൻ ഇന്ന് കോളേജിൽ പോകണ്ടാട്ടോ. ഞാനും പോകുന്നില്ല. അതെന്താ? എനിക്കിന്ന് പോണം. ഒത്തിരി വർക്ക്സ് ഒക്കെ പെൻഡിങ് ഉള്ള. താൻ എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഞാൻ വിടത്തില്ല. ഇന്നിവിടെ ആരും ഇല്ലാത്തയാ. നമുക്ക് കുറച്ച് റൊമാൻസ് ഒക്കെ ആയിട്ട് ഇന്നിവിടെ കൂടാടോ. ഒന്ന് പോയ അനിയേട്ടാ, വയസ്സാം കാലത്താ റൊമാൻസ്. ആർക്കാ വയസ്സായെന്ന് തനിക്കിത് ഞാൻ കാണിച്ചു തരാം. അമ്മ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിലോ? കുഞ്ഞു നീ പോവാ? ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാണുന്നേ? വല്ലപ്പോഴും ഒന്ന് പോവാന്ന് വെച്ചു. അമ്മയ്ക്കിന്ന് നേരത്തെ പോണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവായിരുന്നു. അത് സാരല്ലമ്മേ, ഇനി സമയമുണ്ടല്ലോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അല്ല, നിക്ക്, പിള്ളേച്ച് വരട്ടെ. കാറിലല്ലേ പോന്നേ? എന്തിനാമ്മ ഈ അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ കാറ്? ഞങ്ങൾ നടന്നു പോയിക്കോളാം. എത്ര നാളായി നല്ല വായു ശ്വസിച്ച് ഇങ്ങനെ നടന്നിട്ട്. അതിന് മോളി നിനക്ക് വഴി അറിയോ? കുഞ്ഞുണ്ടെന്ന് വിചാരിക്കണ്ട, അവൾ അമ്പലത്തിൽ പോയ കാലം മറന്നു. വഴിയൊക്കെ എനിക്കറിയാമേ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം.
ഇതെന്താ വലിയേട്ടാ അമ്പലത്തിൽ? നിനക്ക് ഇവിടെ വരാൻ തീരെ താല്പര്യമില്ലാത്ത സ്ഥലമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഇവിടെ എനിക്ക് കയറിയേ പറ്റും. അച്ഛമ്മയുടെ സപ്തതിയാ വരാൻ പോകുന്ന അടുത്ത ആഴ്ച കഴിഞ്ഞ. അന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ പൂജ ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതിന് തിരുമേനി ഒന്ന് കാണാൻ വന്നതാ. ഇന്ന് എന്നെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞു. ആ ഓക്കെ. അല്ല നീ വരുന്നില്ലേ? വല്ലപ്പോഴും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാ. അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ വരുന്നില്ല. വലിയേട്ടൻ പോയിട്ടോ. കുഞ്ഞി വാ എളുപ്പം. ഇച്ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിച്ചോടുന്നേ? അയാളെ കണ്ടിട്ടാണോ? അല്ല കുഞ്ഞി, വാ നമുക്ക് പോകാം. അല്ല എനിക്കറിയാം, എനിക്ക് അയാളെ കാണുമ്പോ തന്നെ പുച്ഛാ തോന്നുന്നേ. കുഞ്ഞി പിന്നെ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ എനിക്ക് പുച്ഛാ. എല്ലാം അങ്ങേരുടെ അഭിനയ. ഞാൻ എങ്ങാനും അന്ന് ശ്വാസം മുട്ടി ചത്തുപോയിരുന്നെങ്കിലോ? കുഞ്ഞി ദയവ് ചെയ്ത് ദൈവദോഷം പറയരുത്. മഹിയേട്ടന് അങ്ങനത്തെ ആളല്ല. സത്യം ഞാൻ പറയാം, നീ അത് കേൾക്കണം. വേണ്ട, എനിക്ക് കേൾക്കണ്ട. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. വാ പോകാം. ഓ, ഇവനും ഉണ്ടായിരുന്നു. ആഹാ, രാവിലെ തന്നെ ഉണ്ണിയാർച്ച അമ്പലത്തിൽ വന്നു. എന്താടി ഉണ്ടക്കണി നോക്കുന്നേ? എന്താടാ മാധവ? മൈഥിലി മോളെ. പട്ടി കുഞ്ഞി, ഇത് അമ്പലമാ. വഴക്കുണ്ടാക്കരുത് പ്ലീസ്. വാ. വലിയേട്ടാ, ഇനി കുറച്ചു നേരം ഞാൻ ഡ്രൈവ് ചെയ്യാം. വലിയേട്ടൻ അപ്പുറത്തിരുന്നു. ഇച്ചേച്ചി, അയ്യോ കുഞ്ഞി. മനു, നീ എന്ത് തോന്നിയാസായി കാണിച്ചേ? അവക്കിട്ട് ഇങ്ങനെ ഒരു പണി ഉടനെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മനു നിർത്ത. വണ്ടി നിർത്താനാ നിന്നോട് പറഞ്ഞേ. എന്തിന്? അവള് പോട്ടെ വല്യേട്ടാ. നിന്നോട് നിർത്താനാ പറഞ്ഞേ. ഇച്ചേച്ചി ഏത് കാലിനാ ഇത് ചെയ്തേ? നോക്കി, എന്റെ തല വഴി വെള്ളമായി. ഇത് ഡ്രസ് ഇട്ടതും ഇടാത്തതും ഒക്കെ ഒരുപോലെ ആയി. നോക്കി ചേച്ചി, എല്ലാം കാണാം. ആ കാലിനെങ്ങാൻ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ. കുഞ്ഞി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? തല വഴി വെള്ളം തെറിപ്പിച്ചു വിട്ടിട്ട് എന്തെങ്കിലും പറ്റിയോന്നോ? താനിപ്പോ മനഃപൂർവ്വം ചെയ്തതല്ലേ? അതിന് വലിയേട്ടനൊന്നും പറയണ്ട, ഞാനാ ചെയ്ത. എടാ പരമനാറി, നിനക്ക് എന്തിന്റെ കടപ്പട പട്ടി? കുഞ്ഞി കുഞ്ഞി പ്ലീസ്, ഇത് റോഡാ. ഇത് ഇവിടെ ഉള്ളവരെല്ലാം നോക്കുന്നു. നോക്കട്ടെ, എല്ലാരും നോക്കട്ടെ. ഇമ്മാതിരി ചേട്ടത്തരം കാണിച്ചതും പോരാ, ഇവനുണ്ടല്ലോ. കുഞ്ഞി, ഇതേ ആളുകൾ ശ്രദ്ധിക്കുന്നു. ആദ്യം നീ നിന്റെ ഡ്രസ്സിന്റെ കാര്യം നോക്ക്. ഈ വേഷത്തിൽ ആളുകളെല്ലാം നിന്നെ തുറച്ചു നോക്കുക. നിങ്ങൾ കാറി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ആ, എന്നിട്ട് വേണം ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. ഞങ്ങളെ ദ്രോഹിച്ച് മതിയായില്ലേ? എന്നാ വാ, ഏതെങ്കിലും കടയിൽ നിന്ന് വേറെ ഡ്രസ്സ് മേടിക്കാം. കാറി കയറ്, ഇവിടെ നിൽക്കേണ്ട. ഞങ്ങൾ കാറ് കയറിയിട്ട് വേണം നിങ്ങളുടെ അച്ഛൻ ഇനി കാറ് കത്തിക്കാൻ. ഇച്ചിച്ചി വാ പോകാം. നോക്കട്ടെ, എല്ലാരും നോക്കട്ടെ. നീ കൂടുതൽ ചിരിക്കേണ്ട. ഇതിന്റെ മുതലും പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തരുന്നുണ്ട്. നിങ്ങൾ പോവല്ലേ പ്ലീസ്, ഒരു മിനിറ്റ്. വല്ലേട്ടാ, ഇതെങ്ങനെ എന്റെ ബാഗ് എടുക്കുന്നേ? നീ മിണ്ടരുത്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഈ ഷർട്ട് എടുക്കുന്നേ? ഇതെന്റെ പുതിയ ഷർട്ടാ. ദേ,
വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മിണ്ടാതെ അവിടെ നിന്നോ. മോളും ഇത് കുഞ്ഞിനെ എടുത്ത് ഇടാൻ പറ. വേണ്ട, നീ പറയണ്ട, ഞാൻ ഇട്ടുകൊടുത്തോളാം. കുഞ്ഞേച്ചി എന്നോട് പേണങ്ങല്ലേ പ്ലീസ്. നീ പോയ കുഞ്ഞുട്ടാ. ഒന്നാതെ മനുഷ്യനോട് ഒരു സ്വസ്ഥതയില്ലാതിരിക്കുക. അപ്പോഴാ അവന്റെ ഒരു കിന്നാരം. മാളു, നീ ഇറങ്ങുവാണോ? എന്നാ വാ, ഞാനും വരാം. നീ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് എനിക്കും അറിയാലോ. നീ പറയുന്ന കേട്ടിട്ട് അത് വലിയ സ്ഥാപനമൊന്നും അല്ലെന്നാ തോന്നുന്നേ. എന്തായാലും ഞാനും വരാം. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണല്ലോ. അത് വേണ്ടമ്മേ, അത് ശരിയാവില്ല. അമ്മ പറഞ്ഞതുപോലെ അത് വലിയ കമ്പനിയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളുടെ കമ്പനിയാ. പിന്നെ അമ്മയുടെ മോളാണെന്ന് അവരോട് ആരോടും പറയണ്ടെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു പ്രിവിലേജും എനിക്ക് വേണ്ട. ഞാൻ അവിടെ സാധാരണക്കാരിയായിട്ട് നിന്നോളാം. അതെന്താ മാളു അങ്ങനെ? അതൊന്നും വേണ്ട, ഞാനും വരാം. എനിക്കും കാണണം. അനു, മാളു പറയുന്നതിന് ശരിയുണ്ട്. അവള് സാധാരണക്കാരിയായിട്ട് അവിടെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യട്ടേടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഒരു കണക്കിന് അതാ നല്ലത്. താഴെയുള്ള പോസ്റ്റുകൾ തൊട്ട് എല്ലാ പോസ്റ്റുകളുള്ള ആളുകൾ അവരുടെ ജോലികൾ എന്താണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഭാവിയില് നമ്മുടെ കമ്പനിക്ക് തന്നെ അതിന്റെ നേട്ടം. തനിക്ക് ഇനി അങ്ങനെ തോന്നിയെങ്കിൽ ഞാനെന്ത് പറയാനാ? അല്ല, അതിരിക്കട്ടെ മാളു, നീ എങ്ങനെയാ പോകുന്നേ? എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട. പിള്ളേച്ചൻ നിന്നെ എല്ലാ ദിവസവും കൊണ്ടുവിട്ടോളൂ. അതൊന്നും വേണ്ടമ്മേ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ട് ശ്രുതി, ഞാൻ അവളുടെ കൂടെ അവളുടെ കാറിൽ പോയിക്കോളാം. പക്ഷെ മാളു, എനിക്കെന്തോ ഇതൊന്നും. അനു, അവളുടെ ഫസ്റ്റ് ഡേ തന്നെ താൻ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. അവള് പോയിട്ട് വരട്ടേടോ. താൻ ഇനി പോയിട്ട് കുഞ്ഞിയുടെ പ്രശ്നം തീർത്തിട്ട് വാ. അവളുടെ പണിക്ക് ഇതുവരെ തീർന്നില്ലേ? എവിടുന്ന്? അവൾക്ക് ആ കോളേജിൽ തന്നെ ചേർന്നാന്ന് പിടിവാശില്ല. കുഞ്ഞേ, നീ എന്താ കുട്ടി ഇങ്ങനെ വാശി പിടിക്കുന്നേ? നമുക്ക് പാസ്പോർട്ട് ശരിയാക്കിയിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിൽ നോക്കാം. നീ വിഷമിക്കാതെ. അല്ലാതെ ഇവിടെ ഒന്നും വേണ്ട കുഞ്ഞി. അമ്മ പ്ലീസ് അമ്മ, എനിക്കിനി അവിടെ ഒന്നും പഠിക്കണ്ട. പഠിക്കുവാണെങ്കിൽ എനിക്ക് ഈ കോളേജിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പഠിത്തവേ വേണ്ട. കുഞ്ഞി, അതിന് മാത്രം ഈ കോളേജിൽ എന്താ ഉള്ളത് കുട്ടി ഇത്ര വാശി പിടിക്കാൻ? ഒന്നും ഉണ്ടായിട്ടല്ല അമ്മ, പക്ഷെ എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം. അനു, താനിങ്ങ് വന്നേ. എന്താ വിനു? കുഞ്ഞിക്ക് അവിടെ പഠിക്കാൻ ആഗ്രഹമെങ്കിൽ അവളോട് പഠിക്കട്ടെ. വിനു, താനത് എന്ത് പുറത്താനോ പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ. ഒന്നും നടക്കുന്ന കാര്യമല്ല. താൻ ഇങ്ങനെ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാനിരിക്കല്ലേ? എനിക്ക് എന്റെ മക്കളൊന്ന് സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. നീ കുഞ്ഞിനെ മോത്തോടൊന്ന് നോക്കി. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മുതൽ അവള് വേറെ ഏതോ ഒരു ലോകത്താ. എപ്പോഴും ആലോചന തന്നെ. ഒന്ന് മനസ്സറിഞ്ഞ് അവൾക്ക് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് വിഷമം ആകണ്ടെന്ന് വെച്ചിട്ടാ നമ്മുടെ മുന്നിൽ അവള് വിഷമം ഒന്നും ഇല്ലാന്ന് കാട്ടിക്കൂട്ടുക. പക്ഷെ അങ്ങനെയല്ല, നല്ല വിഷമമുണ്ട് എന്റെ കുട്ടിക്ക്. വിനു, നമുക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാടോ. അവളവിടെ പഠിക്കട്ടെ. താൻ പറഞ്ഞതുപോലെ ഇപ്പൊ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. പക്ഷെ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് ജർമ്മനിയിലുള്ള കോളേജിൽ ചേർക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. നമ്മുടെ രണ്ടു മക്കളും ഇവിടെ നിൽക്കണ്ട. എനിക്ക് പേടിയാ വിനു. അവളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. തനിക്കെന്താ ഇന്നിത്ര ജാടാ? താനെന്താ ഇന്ന് എന്നെ കണ്ടൊന്നും മിണ്ടാത്ത? അയ്യോ, നമ്മളെ വെറുതെ വിട്ടേക്ക്. ഇനി തന്നോട് മിണ്ടാൻ ഞാനില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തന്റെ പണക്കത്തിലാ. സോറി. പോയോ? നീ എന്താ ഇത്രയും താമസിച്ചേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ കൂടെ വന്നാ മതിയെന്ന്. സോറി ഡി, ബസ് കിട്ടാൻ താമസിച്ചു, അതാ ലേറ്റായേ. ബസ്സിലാ വന്നത് നിന്റെ അമ്മ അറിയണ്ട. സ്വന്തമായിട്ട് എത്ര കാറുള്ളവളാ ബസ്സിൽ വന്നേക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യാൻ എന്ത് രസാന്നറിയോ? നീ അത് കേറി നോക്കാഞ്ഞിട്ടാ. പിന്നെ അമ്മയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ നിന്റെ കൂടെയാ വരുന്നെന്നാ പറഞ്ഞേക്കുന്നേ. എന്നാ എളുപ്പം വാ. പിന്നെ നമ്മുടെ ഓഫീസിലേക്ക് എല്ലാം നോക്കാനായിട്ട് ഒരു പുതിയ സാറ് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തു. പുള്ളി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. എങ്കിലും എന്റെ മനസ്സി പുള്ളി ഒന്ന് കാണണം. എന്നാ ഗ്ലാമറാ. വാ, കാണിച്ചു തരാം. ആഹാ, നീ വന്നപ്പോഴേ വായി നോക്കാൻ തുടങ്ങിയോ? നീ വാ, എന്നിട്ട് കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അയ്യോ, ദേ പുള്ളി വരുന്നു.
മോനെ മാധവ, നിന്റെ അടുത്തോട്ട് ഞാൻ വരുന്നുണ്ടാ. നിന്റെ അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ നിന്റെ തൊട്ടടുത്ത് ഇനി ഞാനും ഉണ്ടാവും.